ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം കത്തിച്ച ഭരണഘടനയാണ് ഈ 78 കൊല്ലവും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത് എന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന വരുന്നതിന് മുൻപേ നമ്മൾ യഥാർത്ഥത്തിൽ പൗരന്മാരല്ലായിരുന്നു. ഭരണഘടന വന്നതോടുകൂടിയാണ് നമ്മൾ പൗരന്മാരാകുന്നത്. കാലം മുന്നോട്ട് പോകുന്തോറും ഈ NDA മുന്നണി കൂടുതൽ ദുർബലമാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം സാറ്. നമസ്കാരം. വനിവാദികൾക്കെതിരെ പൊരുജയിക്കാൻ ജനാധിപത്യ സമൂഹത്തിന് കഴിയും. അത് ചരിത്രത്തിൻ്റെ നിയോഗമാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും നമ്മുടെ ഈ മനുവാദി ഭീഷണിയെ അതിജീവിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മനുവാദികളെ മറികടക്കാനും കഴിയുന്ന കാര്യത്തിൽ ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. 1927 ഡിസംബർ 25 മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുന്ന ഈ ഭരണഘടന ഞാൻ കത്തിച്ചെറിയുകയാണ്. പകരം നിങ്ങൾക്ക് സർവ്വവിധത്തിലുള്ള സാമൂഹ്യ നീതിയും ജനാധിപത്യ അവകാശങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടന നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് 1927 ഡോക്ടർ അംബേദ്കർ പ്രഖ്യാപിക്കുകയും ഒരുപക്ഷെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഏറ്റവും മഹത്തായ വാഗ്ദാനമായിട്ടാണ് ഡോക്ടർ അംബേദ്കറുടെ അന്നത്തെ പ്രഖ്യാപനത്തെ ഇന്ത്യ വീക്ഷിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന വരുന്നതിന് മുൻപേ നമ്മൾ യഥാർത്ഥത്തിൽ പൗരന്മാരല്ലായിരുന്നു. ഭരണഘടന വന്നതോടുകൂടിയാണ് നമ്മൾ പൗരന്മാരാകുന്നത്. ഭരണഘടന വരുന്നതുവരെ നമ്മൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും നായരും നമ്പൂതിരിയും പുലയനും കുറവനും ഒക്കെ ആയിരുന്നു. ഭരണഘടന 1950 ജനുവരി 26 വരുമ്പോൾ മാത്രമാണ് നമ്മൾ പൗരന്മാരെന്ന നിലയിലേക്ക് ഉയരുകയും വിഭവാധികാരങ്ങളിൽ തുല്യമായ അവകാശികൾ ആയി മാറുന്നതും നമ്മൾ ഇന്ത്യ എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ഐക്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ ഭരണഘടന വന്നതിന് ശേഷമാണ്. ഭരണഘടന വരുന്നതോടുകൂടിയാണ് നമ്മൾ ഇന്ത്യക്കാരായത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ജനാധിപത്യത്തെയും ഇന്ത്യ എന്ന ആശയത്തെയും സമ്പുഷ്ടമായിട്ട് നിലനിർത്തുന്നതിന് ഭരണഘടനയും ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ മൂല്യങ്ങളും ഒരു പരിധിവരെയല്ല വളരെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഭരണഘടനയെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാനുള്ള എല്ലാ വ്യവസ്ഥകളും എല്ലാ മൂല്യസങ്കല്പങ്ങളും ഉൾക്കൊള്ളുന്നതാണ്, സ്വാംശീകരിക്കുന്നതാണ് നമ്മുടെ ഭരണഘടനയെന്ന് നമുക്ക് സുവ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു ജാതിവിരുദ്ധ ഡോക്യുമെൻ്റാണ്. അതായത് ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതിനായിട്ടുള്ള, അതായത് ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടന ശരിയായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ജാതി നിർമൂലനം എന്ന ഡോക്ടർ അംബേദ്കറുടെ വലിയൊരു സ്വപ്നം പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം കത്തിച്ച ഭരണഘടനയാണ് ഈ 78 കൊല്ലവും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത് എന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനയും ഇന്ത്യ എന്ന ആശയത്തെയും ഇല്ലാതാക്കിയത് യഥാർത്ഥത്തിൽ ഭരണഘടനയെ പിന്തുടരാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്നതിനും അതുപോലെ തന്നെ ജാതിവിരുദ്ധമായ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതിനും ഒക്കെയുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സംഗതിയാണ് ഭരണഘടന. ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനയും ജനാധിപത്യ സങ്കല്പങ്ങളും ഒക്കെ തന്നെ പരിപൂർണമായിട്ടും ജാതിവിരുദ്ധമായിരുന്നു. ജാതി എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഈ സാഹചര്യത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നാണക്കേടായ ജാതി സമ്പ്രദായത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ശക്തമായ ഒരു ഭരണഘടനയ്ക്ക് നമ്മുടെ രാജ്യം നേരിടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞാനിപ്പോഴും പുലർത്തുന്നത്. നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. അപ്പോൾ മനുവാദികൾ അല്ലെങ്കിൽ സംഘപരിവാർ തീർച്ചയായിട്ടും ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനുള്ള ആ പോരാട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ വഴിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ മതേതര സങ്കല്പങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ഒരു നിലയിലാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ എല്ലാ നിലയിലും തടയുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമോ അതുപോലുള്ള ശക്തികളോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും അതുപോലെ തന്നെ ആ ഭരണഘടനാ മൂല്യങ്ങളിലൂടെ ജനങ്ങൾ പുലർത്തി വരുന്ന
മതേതരമായ ബഹുസ്വരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമാണ് ഇന്ത്യയെ ഇന്ന് ഈ രീതിയിലെങ്കിലും നിലനിർത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലം മുന്നോട്ട് പോകുന്തോറും ഈ NDA മുന്നണി കൂടുതൽ ദുർബലമാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യവും അതുപോലെ ഇന്ത്യ എന്ന രാജ്യവും എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എപ്പോഴും ഞാൻ പുലർത്തുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ്.